ഹൈക്കോടതിയിൽ നിന്നും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് കനത്ത തിരിച്ചടി. യോഗത്തിന്റെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ശുപാർശ സമർപ്പിക്കുവാൻ സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് G ശശിധരൻ കമ്മീഷന്റെ നിയമനത്തെ ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ശ്രീനാരായണ സഹോദര ധർമ്മവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി സൗത്ത് ഇന്ത്യൻ R വിനോദ് നൽകിയ ഹർജിയിന്മേലാണ് ഹൈക്കോടതി നടപടി. യോഗത്തിന്റെ കാര്യത്തിൽ സർക്കാരിന് ഇടപെടാൻ അധികാരമില്ലെന്നും അദ്ദേഹം ഹർജിയിൽ പറഞ്ഞു. ശ്രീനാഥ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് ഇത് 7.5 ശനിക്കാലമാണെന്ന് തോന്നുന്നു. തൊടുന്നതൊക്കെയും പിഴയ്ക്കുകയാണ് എന്ന് സാരം. KK മഹേഷിന്റെ ആത്മഹത്യയിൽ കേസ്, SN ട്രസ്റ്റിന്റെ പണം അടിച്ചുമാറ്റൽ, അങ്ങനെ തൊട്ടതെല്ലാം കേസായി കോടതിയിൽ എത്തി നിൽക്കുകയാണ്. ഇതിനിടയിൽ പുതിയ പണിയും വെള്ളാപ്പള്ളിക്കിട്ട് കിട്ടി എന്ന് മാത്രമല്ല, കൂട്ടുനിന്ന സംസ്ഥാന സർക്കാരും വെട്ടിലായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സർക്കാർ ജസ്റ്റിസ് G ശശിധരൻ കമ്മീഷനെ നിയമിച്ചിരുന്നു. ശശിധരൻ കമ്മീഷന്റെ നിയമനത്തിനെതിരെ ശ്രീനാരായണ സഹോദര ധർമ്മവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി സൗത്ത് ഇന്ത്യൻ R വിനോദ് ഹൈക്കോടതിയെ സമീപിച്ചു. ഈ നിയമനം സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാണ് ഹർജി സമർപ്പിച്ചത്. ഹർജി ഫയലിൽ സ്വീകരിച്ച ഹൈക്കോടതി നിയമനം സ്റ്റേ ചെയ്തുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കുകയായിരുന്നു. ഇതോടെ വീണ്ടും വെള്ളാപ്പള്ളി നടേശന് കുരുക്ക് മുറുകിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ ശുപാർശകൾ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാർ ശശിധരൻ കമ്മീഷനെ ചുമതലപ്പെടുത്തിയിരുന്നത്. വെള്ളാപ്പള്ളിയുടെ പിത്തലാട്ടത്തിന് കൂട്ടുനിന്ന് സർക്കാരിനും കിട്ടിയത് 8ന്റെ പണിയാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ശശിധരൻ കമ്മീഷനെ നിയമിച്ചത് എന്തിനെന്ന് വിശദീകരണം നൽകണമെന്നാണ് ഹർജി പരിഗണിച്ച ഹൈക്കോടതി സർക്കാരിനോടും ആവശ്യപ്പെട്ടത്. വെള്ളാപ്പള്ളി ദുഷ്ടലാക്കോടെ പ്രാതിനിധ്യ വോട്ടവകാശം നടത്തണമെന്നാവശ്യപ്പെട്ടാണ് സർക്കാരിനെ സമീപിച്ചത്. 200 അംഗങ്ങൾക്ക് 1 വോട്ട് എന്നുള്ളതാണ് പ്രാതിനിധ്യ വോട്ടവകാശം കൊണ്ട് ഉദ്ദേശിച്ചത്. ഈ പ്രാതിനിധ്യ വോട്ടവകാശം എന്നുള്ളത് ഹൈക്കോടതി നേരത്തെ റദ്ദ് ചെയ്തുകൊണ്ട് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നതാണ്. തുടർന്നാണ് വെള്ളാപ്പള്ളി നടേശന്റെ പുതിയ നീക്കം. അതോടെ വെള്ളാപ്പള്ളിക്ക് വേണ്ടി സർക്കാർ ഒത്താശ ചെയ്തുകൊണ്ട് ബാക്ക്വേർഡ് ക്ലാസ് ചെയർമാനായ റിട്ടയർഡ് ജസ്റ്റിസ് G ശശിധരനെ ചെയർമാനാക്കിക്കൊണ്ട് ശുപാർശ സമർപ്പിക്കുന്നതിനായി ഒരു കമ്മീഷനെ രൂപീകരിക്കുകയായിരുന്നു. ഈ നീക്കത്തിനാണിപ്പോൾ തിരിച്ചടി ലഭിച്ചിരിക്കുന്നത്. SNDP യോഗം ഒരു സ്വകാര്യ കമ്പനിയാണെന്നും കേരള നോൺ ട്രേഡിംഗ് കമ്പനി ആക്ടും ഇന്ത്യൻ കമ്പനി ആക്ടും അനുസരിച്ച് മാത്രമേ യോഗത്തിന് പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ എന്നും സർക്കാരിന് യോഗത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഇടപെടാനുള്ള അധികാരമില്ലെന്നും ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ച സൗത്ത് ഇന്ത്യൻ R വിനോദ് അറിയിച്ചു. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനും ശുപാർശ ചെയ്യുന്നതിനുമായി ഒരു കമ്മീഷനെ സർക്കാർ നിയോഗിച്ചത് നിയമവിരുദ്ധമാണ്. അതുകൊണ്ട് ആ നടപടി റദ്ദാക്കണമെന്നും ഹർജിയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇത് പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയിൽ ശശിധരൻ കമ്മീഷന്റെ നിയമനത്തിൽ സ്റ്റേ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അധികാരവും അഴിമതിയും കൂടപ്പിറപ്പായ വെള്ളാപ്പള്ളി നടേശൻ അധികാരം തന്നിലേക്ക് കേന്ദ്രീകരിക്കുന്നതിനും തുടർന്നും ശ്രീനാരായണീയരെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് തൻ്റെ കൊള്ളത്തരത്തിന് SNDP യോഗം പോലൊരു മഹത്തായ പ്രസ്ഥാനത്തെ മറയാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സർക്കാരിലുള്ള സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഇറങ്ങിയിട്ടുള്ളത്. ഇതിനാണ് ശ്രീനാരായണ സഹോദര ധർമ്മവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി സൗത്ത് ഇന്ത്യൻ R വിനോദ് ഹൈക്കോടതിയിലൂടെ തിരിച്ചടി നൽകിയിരിക്കുന്നത്. SNDP യോഗം വെള്ളാപ്പള്ളിയുടെ കുടുംബസ്വത്തല്ല എന്നും എക്കാലവും ശ്രീനാരായണീയരെ പറ്റിച്ചുകൊണ്ട് യോഗത്തിന്റെ തലപ്പത്തിരുന്ന് കൊള്ളയടിക്കാമെന്നുള്ള വ്യാമോഹത്തിനുമുള്ള ചുട്ട മറുപടിയായിട്ടാണ് ഈ വിധിയെ കാണാൻ കഴിയുന്നത്. വെള്ളാപ്പള്ളിയുമായുള്ള അവിഹിത ചങ്ങാത്തത്തിന് സർക്കാരിന് കിട്ടിയ തിരിച്ചടി കൂടിയായി ഈ വിധി മാറുന്നു.